ഹലോ ഫ്രണ്ട്സ്, വിനു ആണ് പ്ലംബിംഗ് കൺസൾട്ടൻറ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വാൾ ഹാങ് ക്ലോസറ്റ് പിടിപ്പിക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. വാൾ ഹാങ് ക്ലോസറ്റ് പിടിപ്പിക്കാനുള്ള വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ സാധനത്തിലാണ് ക്ലോസറ്റ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഈ രണ്ട് സാധനമാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്മേലാണ് ക്ലോസറ്റ് തൂങ്ങി നിൽക്കുക. കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഗബ്രീറ്റിൻ്റെ ആണ് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. അതുപോലെ ക്ലോസറ്റ് സെറേഡയാണ്. ഓൾറെഡി നമ്മൾ അതിൻ്റെ ബോൾട്ട് കട്ട് ചെയ്ത് സൈസ് കുറച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണത് പിടിപ്പിക്കേണ്ടത്. അതിനുശേഷം ഒരു വാഷും നെട്ടിട്ടിട്ട് ഉറപ്പിക്കുന്നു. അതിനു മുമ്പായി ഈ പൈപ്പുകളൊക്കെ കറക്റ്റ് ചെയ്ത് അളവ് കറക്റ്റ് ചെയ്ത് രണ്ട് സൈഡും കറക്റ്റ് ചെയ്തതിന് ശേഷം വാഷിട്ട് രണ്ട് സൈഡും കറക്റ്റ്. വാഷ് നമ്മൾ ഓയിൽ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കയറുന്നതാണ്. ക്ലോസറ്റ് കറക്റ്റ് വാഷുമ്മ കയറി പിടിച്ച് അത് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കയറും. വാളിൽ കണക്ട് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം ഹാങ് ചെയ്യേണ്ട ക്ലോസറ്റ് ഇതിലേക്ക് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പുഷ് ചെയ്ത് കൊടുക്കുക. പുഷ് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് റബ്ബർ ബുഷിലും അതിൻ്റെ ക്ലോസറ്റിൻ്റെ ഇതിലും നന്നായി ലൂബ്രിക്കൻ്റ് ഓയിൽ ഏതെങ്കിലും ഓയിൽ തേച്ച് ഒന്ന് സ്മൂത്താക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ക്ലോസറ്റ് സ്മൂത്തായിട്ട് കയറിയിരിക്കും. അതിനുശേഷം ഈ രണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുന്ന രണ്ട് ബോൾട്ട്, ആ ബോൾട്ട് ഈ ഹോളിൽ കൂടെ വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഉപയോഗിച്ച് ടൈറ്റ് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ടൈലിനോട് ചേർന്ന് പതിഞ്ഞ് ടൈറ്റായി നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ ഉപയോഗിച്ച് ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പാർട്ട് കുറേശ്ശെ മുകളിലേക്ക് കയറി ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് മുകളിലേക്ക് കയറി ക്ലോസറ്റിനെ ഫുൾ ടൈറ്റിൽ നിർത്തും. അതിനു മുമ്പ് കുറച്ച് സിലിക്കോൺ ഈ ഭാഗത്ത് നമ്മൾ ക്ലോസറ്റ് വെക്കുന്നതിന് മുമ്പ് കുറച്ച് സിലിക്കോൺ ഈ ഭാഗത്ത് നന്നായിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സപ്പോർട്ട് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.